വന്നാ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? കല്യാണം നല്ല തകർപ്പം കല്യാണമായിരുന്നു. നല്ല ഫുഡ്, പോത്തിറച്ചി, നെയ്ച്ചോറ്, പിന്നെ മീൻ ചുട്ടത്, എന്തൊക്കെയോ വിഭവങ്ങൾ, നല്ല രസമുള്ള ഭക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മളാ ഇബ്രാഹിം കുട്ടി ഉണ്ടല്ലോ, അയാള് 10,000 രൂപ കൊടുത്തു. 10,000 രൂപ. അവരിവരൊക്കെ സഹായിച്ചിട്ടാണ് ഫുഡൊക്കെ ഇത്ര നന്നാക്കിയത്. കഷ്ടപ്പെട്ട ആൾക്കാരല്ലേ. അപ്പൊ 10,000 രൂപ അവൻ കൊടുത്തു. എത്ര കൊടുത്തു? എന്റെ കാര്യം പറഞ്ഞ അവന്റെ മോനാണെങ്കിൽ പേർഷ്യയില് കാർ ഓടിക്കാം. എന്റെ മോനാ വലിയ ഉദ്യോഗസ്ഥൻ. ഇക്ക് കൊടുക്കാൻ പറ്റിയതാ വെറും 5,000 രൂപ. നമ്മളെ മോനെ പഴയ പോലെ നല്ലപ്പോ ഓനെ പെണ്ണ് കെട്ടിയപ്പോ ഉണ്ടല്ല, കിട്ടുന്ന പൈസ ഒക്കെ ഓളോടുത്ത് കിടക്കുന്ന തോന്നുന്നത്, ഒക്കെ ഓളോടുക്ക് കിടത്താണ്. ഓനിക്കൊരു പെങ്ങളല്ലേ ഉള്ളൂ. എന്നിട്ട് അതിന്റെ ആ കുട്ടിയുടെ നമ്മളെ മോളെ ബർത്ത്ഡേക്ക് ഞാൻ അന്ന് പോയപ്പോഴേ അവിടെ അവർ നാത്തുമാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിന്റെ ഇടയിൽ ഞാൻ ഇട്ടുകൊടുത്തത് ഒരരപ്പവന്റെ മാല. എനിക്ക് തൊലി ഉരിഞ്ഞു പോയിക്കാ. അവരൊക്കെ ഇട്ടുകൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നാണം കെട്ടുപോയി. അല്ലെങ്കിൽ ഓനിപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഓനൊക്കെ ആകെ മാറി. ഓൻ്റെ എല്ലാ മാറ്റവും ഓള് വന്നപ്പോഴാ. ഓൻ്റെ കായില്ലാണ്ടൊന്നല്ല, എല്ലാ കായും ഓളാണ് കൈകാര്യം ചെയ്യുന്നത്. അന്ന് എനിക്കുണ്ടായ വിഷമുണ്ടല്ലോ, അതേ വിഷമാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത വിഷമായി. ഉപ്പ ഉമ്മ നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ട്. ആരും എവിടേക്കും ഒന്നും കടത്തുന്നില്ല ഉമ്മ. ഞാനിവിടെ വന്നിട്ടേ 4 വർഷമല്ലായിട്ടുള്ളൂ. 35 വർഷമായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ മകനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട കാര്യം? ഒരു കാര്യമില്ല. പെങ്ങളെ കല്യാണം കഴിപ്പിച്ച വകയിൽ 4 ലക്ഷം കടം വിടാൻ വേണ്ടിയിട്ടല്ലേ ഗൾഫിൽ പോയത്. ആ പാവം ഇപ്പം 4 വർഷമായി പോയിട്ട്. അതിൻ്റെ ഇടയിൽ 1 വർഷമാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. 4 ലക്ഷം രൂപ കടം വീട്ടാൻ വേണ്ടി പോയ നിങ്ങളെ മോന് ഇപ്പം എത്ര കടമുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? 25 ലക്ഷം രൂപ. ഒന്നും നിങ്ങൾ അറിയിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ മോന്. ഇനി എല്ലാം ഞാൻ നിങ്ങളോട് പറയാണ്. ഇനിയൊന്നും ഞാൻ മറച്ചു വെക്കണില്ല. ഇതൊന്നും എൻ്റെ വീട്ടിലേക്ക് കടത്തിയതല്ല. മകന് ഗൾഫുകാരനായപ്പോഴേ നിങ്ങൾക്ക് വീട് പുതുക്കി പണിയണോ, മകളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫ്രിഡ്ജ്, AC, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകണം അവളെ വീട് താമസത്തിന് അല്ലേ. അവിടെ വല്ല ബർത്ത്ഡേ, കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്വർണം കൊടുക്കണം. അതിന് പൈസ വേണം വേണ്ടേ? അതൊക്കെ നിങ്ങളെ മോനല്ലേ തരുന്നത്. നാട്ടിലെ കല്യാണങ്ങൾ, ഏത് കല്യാണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം നിങ്ങൾക്ക് അവിടെ പിരിവ് കൊണ്ടു കൊടുക്കണം. അതിനൊക്കെ ആ പാവം കഷ്ടപ്പെട്ടിട്ട് ചോര നീരാക്കിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അറിയോ. പോരാത്തതിന് നിങ്ങൾ ദൂർത്ത് തീർക്കാൻ കുറേ കടം വാങ്ങിയിട്ടും അയക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ കായില്ലെങ്കിൽ എന്നോട് പറഞ്ഞൂടെ അവൾക്ക്? നിങ്ങളോട് കായില്ലാന്ന് പറയാനാ? ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മനുഷ്യനെ എന്താ പറയുക? അതിന് നേരെ ചാടി കളിക്കൂലേ? ലക്ഷണം കെട്ടോന്, കുരുത്തം കെട്ടോന് എന്നൊക്കെ അല്ലേ നിങ്ങൾ ആ പാവത്തിനെ വിളിക്കുക അല്ലേ? സ്വന്തം മാതാപിതാക്കളെ ശാപം കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും പറയാത്തത്. അവിടെ നിന്ന് ഇവിടെ നിന്നും കടം വാങ്ങിയിട്ടാണ് അയക്കുന്നതൊക്കെ. അതൊക്കെ അറിയോ നിങ്ങൾക്ക്? ഉപ്പ മോനെ ഇത്രയും ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഉമ്മ ഇതൊന്നും ഞാൻ പറയില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ ആ പാവത്തിനെ പഴി പറയണത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ എനിക്ക് തോന്നില്ല, എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടി വന്നതിൽ ഞാൻ പടച്ചവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങളെ മകൻ്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പടച്ചോൻ പോലും പൊറുക്കൂല ഏട്ടാ. അപ്പാ പൊന്നു മോളെ, ഈ കഥ ഒന്നും അറിയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് ശരിക്ക് അവനോട് പറയാം. ഉപ്പ നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ നിങ്ങളെ മോനില്ലേ, ഒരിക്കലും ഞാൻ നിങ്ങളെ മോനിൽ നിന്ന് അകറ്റൂല കേട്ടാ. നിങ്ങളെ മോനെ ഞാൻ ഒരിക്കലും അകറ്റൂല. അവനെന്നും നിങ്ങളെ പൊന്നാര മോൻ തന്നെ ആയിരിക്കും, നിങ്ങളെ സ്നേഹമുള്ള മോനായിരിക്കും. ഞാൻ അവനെ വളർത്തിയതാണ്. ഈ കുറച്ച് കാലമായിട്ട് അവൻ്റെ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഉപ്പാക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവനോട് പറയാം, ഉപ്പൊക്കെ ക്ഷമിച്ചിരിക്കണം,
പെട്ടെന്ന് ഉണ്ടായ ഒരു വിഷമത്തിൽ ഇപ്പം അങ്ങനെ പറഞ്ഞതാണ്. പാവപ്പെട്ടൊരു വീട്ടിലെ കല്യാണമല്ലേ, നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ, പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തിനാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ മോള് അത് ശ്രമിക്കുക. ശരിപ്പാ.